പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ വിരൽ കഴിഞ്ഞ 10-15 ദിവസമായി എന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇന്ന് ഈ പരുവത്തിൽ ആയിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രമാണ് ഏകലവ്യൻ. ദ്രോണാചാര്യർ ഏകലവ്യനോട് ആവശ്യപ്പെട്ടത് ഈ വിരൽ മുറിച്ചു നൽകാനായിരുന്നു. ആ കഥ എന്തുമായിക്കോട്ടെ, ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഈ വിരലിൻ്റെ പ്രത്യേകതയാണെങ്കിൽ കഴിഞ്ഞ 10-20 ദിവസമായി ഞാനത് അനുഭവിച്ചു മനസ്സിലാക്കി. ഒരു ഫംഗസ് ഇൻഫെക്ഷൻ വന്നു, പഴുത്തു. പൂർണ്ണമായി പഴുക്കാത്തത് കൊണ്ട് കീറി വിടാൻ പറ്റിയില്ല. ആദ്യം ഒരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്തു, ഒരല്പം കുറഞ്ഞു. പക്ഷേ വീണ്ടും വീണ്ടും അത് ബുദ്ധിമുട്ടിച്ചു. ഒന്ന് എഴുതാൻ പറ്റില്ല, ഈ മൊബൈൽ ഓൺ ചെയ്യാൻ പറ്റില്ല, ഒന്നും ഈ വിരലില്ലാതെ പറ്റില്ല. ആ കഥ എഴുതിയ ദ്രോണാചാര്യരുടെയും ഏകലവ്യൻ്റെയും കഥ എഴുതിയ അദ്ദേഹത്തിനോട്, ആ ഭാവനയോട് അങ്ങേയറ്റം ജീവിത അനുഭവം കൊണ്ട് കടപ്പാടറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് വർത്തമാനം പറയുന്നത്. ഒരു കടപ്പാട് കൂടെ അറിയിക്കാനുണ്ട്. ബോറടിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക. അത് എൻ്റെ ഭാര്യയോടാണ്. എൻ്റെ മാമന് കിഡ്നിയുടെ അസുഖം വന്നപ്പോൾ അങ്ങേയറ്റം പരിചരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനുമായിരുന്നു. എൻ്റെ അനിയന് കിഡ്നി സംബന്ധമായ അസുഖം വന്നപ്പോൾ ഏകദേശം 1000-ഓളം ഡയാലിസിസ് താങ്ങിയെടുത്തു കൊണ്ടുപോയി നടത്തിയത് അവൻ്റെ ഭാര്യയായിരുന്നു. അങ്ങനെ ഭാര്യമാർ ജീവിതത്തിൽ നമ്മെ താങ്ങാനുള്ളവരാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത്, അവരെ നമ്മളൊക്കെ വേണ്ട പോലെ താങ്ങുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ മാമനാണെങ്കിൽ ഭാര്യയോട് അങ്ങേയറ്റം സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. മാതൃകാ ദമ്പതികളാണ്. പല ദമ്പതികളും ഉടക്ക് ദമ്പതികളാണ്. എൻ്റെ ദാമ്പത്യം ഉടക്ക് ദാമ്പത്യമാണ്. പക്ഷേ എൻ്റെ സങ്കല്പത്തിനു വിരുദ്ധമായി തന്നെ ഞാനൊന്ന് ചെറുതായിട്ട് വീണപ്പോൾ എൻ്റെ ഭാര്യ എന്നെ താങ്ങി നിർത്തി. ഞാൻ അവളെ ഈ വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഇതെല്ലാ ഭാര്യമാരും ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ എല്ലാ ഭാര്യമാരും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല. എൻ്റെ ഭാര്യ ആ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാനത് അല്പം സന്തോഷപൂർവ്വം തന്നെ അവളോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇനി അങ്ങോട്ട് വർത്തമാനം പറയുക. അതായത് ഈ വിരൽ വളരെ പ്രധാനമുള്ള, നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും പ്രധാനമുണ്ടെങ്കിലും നമ്മൾ ടൂൾസ് പിടിക്കാനായി പണ്ട് കലാനാഥൻ മാഷിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ തമ്പ്, ഇതാണ് നമുക്ക് പരിണാമത്തിൽ ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ ഉപയോഗം. ഇപ്പം നമ്മുടെ ആൻസസ്റ്റേഴ്സായ ചിമ്പാൻസിക്കൊക്കെ സാധിക്കാതിരുന്നത് ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ട്, എനിക്ക് മടക്കം വയ്യ കേട്ടോ, വേദനയുണ്ട്, ഈ വിരലും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ, എന്തിനേയും എടുക്കാനുള്ള എല്ലാ വിരലുമായി ഈ വിരലിൻ്റെ പ്രത്യേകത, അത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യമായി പറയാനുള്ള കാര്യം, ഈ വിരൽ ഈ കണ്ടീഷനായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ ചോറും ഉപ്പും വെച്ച് കെട്ടുക. അദ്ദേഹം വളരെ സ്നേഹമുള്ള മനുഷ്യനാണ്, എൻ്റെ അഭ്യകാംക്ഷയാണ്. ഞാൻ ആ ഉപദേശം ചെവിക്കൊണ്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഏതു കാര്യമായാലും ഏതു ആരോഗ്യ പ്രശ്നമായാലും മോഡേൺ മെഡിസിനെ തേടിപ്പോകും. പ്രത്യേകിച്ചും ഞാനൊരു ഡയബറ്റിക് രോഗിയായതുകൊണ്ട്
ഇന്ന് രാവിലെ ഇതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട്, ഇത് ഓപ്പറേഷനാണ് വാസ്തവത്തിൽ, ഞാൻ എൻ്റെ സ്ഥിരം ചായക്കടയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹവും എന്നോട് വിരോധമുള്ള ആളൊന്നുമല്ല, വളരെ സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞത്, ഒരു മരുന്നിൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഓർമ്മിക്കുന്നില്ല, അത് നിങ്ങൾ ചതച്ച് വെച്ച് കെട്ടുക, ആശുപത്രിയിൽ നിന്നും പോകണ്ട. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാൻ പറഞ്ഞു, ഡയബറ്റിക് മുറ്റി നിൽക്കുകയാണ്, ഇപ്പം 2-3 ദിവസമായി ഡയബറ്റിക് കൂടുതലാണ്, നിയന്ത്രണമൊക്കെ പോയി. ഇന്ന് രാവിലെ ഫാസ്റ്റിങ്ങിൽ 132, മെനിഞ്ഞാന്ന് റാൻഡം നോക്കിയപ്പോൾ 212, വളരെ കൺട്രോൾ ചെയ്ത് ഞാൻ 98, 80, 95, ഏറിയാൽ 100, 102 പിടിച്ചു നടക്കുകയാണ്, താളം തെറ്റിക്കിടക്കുകയാണ്. പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ നമ്മോട് സ്നേഹമുള്ള ആളുകളൊക്കെ പലതും ഉപദേശിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ വഴിക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വിരലോ ഈ ഭാഗമോ മുറിച്ചു മാറ്റേണ്ടി വരത്തക്ക രീതിയിൽ സംഗതികൾ കുഴപ്പത്തിലായാൽ, ഇവിടെ നിന്ന് തുടങ്ങിയ ഇൻഫെക്ഷൻ ഇപ്പുറത്തേക്ക് വ്യാപിച്ചതാണ് എന്നാണ് എന്നെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ. അദ്ദേഹം സമർത്ഥനായ ഒരു ഡോക്ടറാണ്. നമ്മളിങ്ങനെ ഡോക്ടർമാരെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു സ്നേഹബഹുമാനമൊക്കെ തോന്നും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം അവിടെ ഒരു എന്താ പറയുക, ഒരു മാലാഖയുടെ രൂപത്തിൽ അവതരിച്ചുകൊണ്ട്. അപ്പം എനിക്ക് ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, ചെറിയൊരു, അത് എടുത്തു മാറ്റിയ ഡോക്ടർ മനോജ് അറ്റ് PRS. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു ഡോക്ടറാണ്. അപ്പം ഞാൻ തിങ്കളാഴ്ച ചെന്ന് കണ്ടു ഇതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യാം, ഞാനൊരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിൽ സബ്സിഡൈസ് ആകുന്നില്ലെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച ഒന്ന് കീറി വിടാം. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഫിസിഷ്യനെ കാണിച്ചപ്പോഴത്തേക്ക് ഒരു ഓയിൻമെൻറ്റ് തന്നിരുന്നു, അത് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് സബ്സിഡൈസ് ആയി, പക്ഷേ വിട്ടുപോകുന്നില്ല. ഒരു കാര്യവും ചെയ്യാനൊക്കെ പല പ്രാവശ്യവും ഇങ്ങനെ ദേഷ്യം വരികയായിരുന്നു. എന്താ ഇത് ഇങ്ങനെ, ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് മാറുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഭാര്യയും ഞാനും ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇത് കീറി വിടേണ്ട കേസാണ്, ഇപ്പോൾ കീറട്ടെയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ. അപ്പോൾ ഭാര്യയെ പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു. ഒരു സെമി ഓപ്പറേഷൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു പെയിൻ ഉണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, നമുക്ക് മരവിപ്പിക്കാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഈ ഭാഗത്ത് വെച്ചു. അത് തന്നെ കടുത്ത വേദനയായിരുന്നു. കുത്തിയതിൻ്റെ വേദന, മരുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന വേദന, ഊരിയെടുക്കുമ്പോഴുള്ള വേദന, അസഹനീയമായ വേദനയായിരുന്നു. മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ ഞാൻ ഈ വേദനകളെ സഹിക്കാൻ ശ്രമിക്കും. കാര്യം നമ്മുടെ തുടർന്നുള്ള സുഖത്തിന് വേണ്ടിയാണ് ഈ വേദന. അതുകൊണ്ട് ഞാനത് സഹിക്കാൻ ശ്രമിക്കും. പക്ഷേ എന്തോ, അപ്പം ഡോക്ടർ എന്നെ സാന്ത്വനപ്പെടുത്തി, തീർന്നു കഴിഞ്ഞു എന്നൊക്കെ കൂടെ അദ്ദേഹം പറയുന്നു. ഈ കൂടെ പറയുമ്പോൾ കഴിയാത്തപ്പോഴും അദ്ദേഹം തീർന്നു എന്ന് പറയുന്നു എന്നുള്ള തോന്നൽ എനിക്കൊരല്പം അരോചകമായി തോന്നി. പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ സൈഡ് ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഇതിൻ്റെ പഴുപ്പൊക്കെ, ഇന്ന് രാവിലെ പൊട്ടി പഴുപ്പ് വന്നിരുന്നു കേട്ടോ. പഴുത്തത് രാവിലെ പൊട്ടി പഴുപ്പ് താനേ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു ചെറിയ സ്മെല്ലും ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രം അടിക്കുന്ന ഒരു സ്മെല്ലായിരുന്നു. പിന്നീടാണെങ്കിൽ മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാകുമായിരുന്നു. എന്നിട്ട് ആ ഭാഗം വെട്ടിവിട്ടു. വേദന ഉണ്ടായിരുന്നു, ഈ മരവിപ്പിച്ചിട്ടും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നമ്മൾ മരവിപ്പിച്ചാലും പഴുപ്പുണ്ടെങ്കിൽ വേദന ഉണ്ടാകും, കുറേ വേദന ഉണ്ടാകും. പക്ഷേ തീരെ സഹിക്കാനൊക്കാത്ത നിലവിളിക്കുന്ന വേദനയൊന്നുമല്ല, പക്ഷേ അല്പം അസഹനീയമായ വേദന തന്നെയാണ്. വ്രണത്തിലിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ അറിയാം. എന്നിട്ട് എൻ്റെ പറഞ്ഞു, ഈ ഭാഗത്തൂടെ കട്ട് ചെയ്ത് വിടേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ പഴുപ്പുണ്ട്. ഈ ഭാഗത്ത് കട്ട് ചെയ്തത് ഞാനൊന്നും അറിഞ്ഞില്ല. കാര്യം ഇവിടെ പഴുപ്പില്ലല്ലോ, പഴുപ്പ് ചെറുതായിട്ട് അകത്തല്ലേ ഉള്ളൂ. ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങളത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പഴുപ്പ് നിങ്ങളുടെ നെർവുകളെ ബാധിക്കുമായിരുന്നു, ഞരമ്പിനെ ബാധിക്കുമായിരുന്നു, എല്ലിനെ ബാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഈ പഴുപ്പ് കയറി കട്ട് ചെയ്ത് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഏത് രോഗം വന്നാലും ഞാൻ പറയുന്നത്, ഇന്ന് മനുഷ്യരാശിക്കറിയാവുന്ന ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ തന്നെയാണ്. കാര്യം അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച്, അതിനകത്ത് കണ്ടെത്തലുകൾ,
ഇത്രത്തോളം ആധുനികവൽക്കരിക്കപ്പെടുന്ന ദൈനംദിനമായി പുഷ്ടപ്പെടുന്ന ദൈനംദിനമായ അറിവുകൾ പകർത്ത് ചേർത്തപ്പെട്ട് ചികിത്സിക്കപ്പെടുന്ന മറ്റൊരു ചികിത്സാ സമ്പ്രദായം ഇല്ല. ഈ ഇടയ്ക്ക് കണ്ടല്ലോ ഒരു പെൺകുട്ടിയുടെ മരണം, അക്യൂപഞ്ചർ. ഈ അക്യൂപഞ്ചറിൻ്റെ ഇത്തരം ആളുകളെ വാസ്തവത്തിൽ ഇത്തരത്തിൽ പ്രചരണത്തിന് അനുവദിക്കരുത്. കാരണം ഇത് ജനദ്രോഹമാണ്. ഇപ്പം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. ആർക്കും പലതും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിനകത്ത് മനുഷ്യൻ ഉപദ്രവം വരുന്നു എന്ന് കണ്ടാൽ അയാളുടെ മതവിശ്വാസമൊന്നും അവിടെ ഞാൻ പ്രശ്നമായി കാണുന്നില്ല. ആ വിശ്വാസം ഇപ്പം എന്നോട് 2 ചികിത്സ നിർദ്ദേശിച്ച ആളുകൾ പല മതവിശ്വാസികളാണ്. അങ്ങനെ നമ്മൾ ഏത് രോഗത്തിനും നമ്മൾ കാരണം സ്വയം കണ്ടെത്തും. അതിൽ എൻ്റെ ഭാര്യ ഭയങ്കര ബിരുദുള്ള ആളാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം ഞാനും അങ്ങനെ സങ്കല്പിക്കും, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. അപ്പം അങ്ങനെ നമ്മൾ തോന്നുന്ന അതുകൊണ്ട് ആളുകളത് പറയുമ്പോൾ ആളുകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ പറച്ചിൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മെ സ്വാധീനിക്കത്തക്ക രീതിയിൽ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നല്ല വേദന ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റത്തെ ഓപ്പറേഷൻ വേളയിൽ കുറേ വേദന സഹിക്കാവുന്നോ വേദനയെന്ന് ചോദിച്ചാൽ വേദന സഹിക്കാൻ പറ്റില്ല. മരവിപ്പിച്ചില്ലായിരുന്നുള്ള അവസ്ഥ. ഞാൻ വേദന പ്രതീക്ഷിച്ചു നെക്കി പിഴിഞ്ഞ് ഈ പഴുപ്പൊക്കെ കളയാൻ വേണ്ടി ശരിക്കും വേദന ഞാൻ പ്രതീക്ഷിച്ച് തന്നെ പോയതാണ്. അതുകൊണ്ട് പേടിയൊന്നും തോന്നിയില്ല, ബ്ലഡ് പ്രഷറൊന്നും കൂടിയില്ല. പക്ഷേ ബെഡിൽ കിടക്കുമ്പോൾ ശരീരമൊക്കെ ഒന്ന് മുറുക്കി പിടിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്ന് അയച്ചു പോയി, എങ്ങനെ കയറി മുറുക്കണതിന്. അതെൻ്റെ പൊതു സ്വഭാവമാണ്. പണ്ട് കണ്ണിൽ ഓപ്പറേഷൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഭയങ്കര സ്റ്റഫായി. ഡോക്ടർ ബി റിലാക്സ്, എന്തിനാണ് ഈ മുറുക്കി പിടിക്കുന്നത്? അതിപ്പം ഞാൻ അറിയാതെ എന്നെ മുറുക്കി പിടിക്കുന്നതാണ്. പണ്ടെനിക്കൽ ഈ കാതിൽ ഈ വാക്സ് വന്നു, സ്ഥിരമായി വാക്സ് അടയുന്ന ഞങ്ങളാണ്. 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ വാക്സ് എടുത്ത് മാറ്റേണ്ടി. അപ്പം ഒരു ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹം വാക്സ് എടുക്കുമ്പോഴത്തേക്കും പ്രാകൃതമായ രീതിയിൽ അകത്ത് ഇട്ട് ഒരു ഒറ്റ വലിപ്പാണ്. ഞാൻ പിന്നീട് വേറൊരു ഗീതാഞ്ജലി ഹോസ്പിറ്റലിൽ പോയി അവരിങ്ങനെ മരുന്നൊക്കെ ഒഴിച്ച് പതുക്കെ എടുക്കും, വലുതായിട്ട് വേദന അറിയില്ല. അപ്പം ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തലവെട്ടിയെടുത്തു. അദ്ദേഹം തലവെട്ടരുത്, നിങ്ങൾ കൊള്ളും. ഞാൻ പറയും തലവെട്ടാതിരിക്കാൻ നിങ്ങളിങ്ങനെ കുത്തിയാൽ എനിക്ക് ഞാൻ മനഃപൂർവ്വം വെട്ടുന്നതാണോ? പിന്നെ ആ ഡോക്ടറെ ഞാൻ അങ്ങ് ഒഴിവാക്കി. പക്ഷേ ഇതങ്ങനെയല്ല. ഇതല്ലാതെ മറ്റൊരു ഈ മനോജ് ഡോക്ടർ വളരെ വേദനരഹിതമായി തന്നെ വളരെ സൗമ്യനായ ഒരു സ്വഭാവക്കാരനാണ്, വളരെ സൗമ്യനാണ്. അദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾ ആരും അദ്ദേഹത്തെ കാണാൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അനുഭവം കൊണ്ട് ആർജിക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും പോകുമെങ്കിൽ ഞാൻ ഉപദേശിക്കും, നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും. PRS ഡോക്ടർ മനോജ്, അദ്ദേഹം പ്ലാസ്റ്റിക് സർജൻ ആണ്. ഇത്തരം കാര്യങ്ങളിൽ വലിയ ബിരുദുള്ള ആളാണ്, സൗമ്യനായ ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ഞാൻ പ്രധാനമായും പറയുന്നത് 2-3 കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഏകലവ്യൻ്റെ കഥയിൽ ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുമ്പോൾ ഈ തള്ളവരലിൻ്റെ പ്രത്യേകത. 2, നമ്മുടെ പരിണാമപരമായി തന്നെ ഈ തള്ളവിരലിൻ്റെ പ്രത്യേകത. ഇത് ഞാൻ കഴിഞ്ഞ 15 ദിവസമായി അനുഭവിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാനിവിടെ പറയുന്നത്, നമ്മൾ വ്യക്തികളെക്കുറിച്ച് വിലയിരുത്തുന്നത്, എൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തൽ കഴിഞ്ഞ 10-20 ദിവസമായി തകർന്നടിഞ്ഞു. അവളുടെ സ്വഭാവം വെച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ എത്രത്തോളം സഹകരിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയല്ല. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, എനിക്കുള്ള ഏറ്റവും വലിയ ആശങ്ക, അവൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ അസുഖമുണ്ടായാൽ ഞാൻ ഇതുപോലെ പരിചരണം നൽകുമോ? വളരെ പ്രധാനമായൊരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഈ സ്ത്രീജനങ്ങൾ ഈ പുരുഷന്മാരെ
എന്തോ വലിയ ദൈവം പോലെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്തോ വലിയ സംഭവം എന്ന് കണ്ടുകൊണ്ട് അവരെടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രിക്കാഷൻ, ഒരു പരിചരണ രീതി, ഒരു സ്നേഹം, ഇതൊക്കെ പുരുഷന്മാർ അങ്ങോട്ട് തിരിച്ചു കാണിക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവളുടെ എല്ലാ സൗകര്യങ്ങളെയും അവൾ ഒഴിവാക്കിക്കൊണ്ട് എന്നോടൊപ്പം, എൻ്റെ സൗകര്യമാണത്. പാട്രിയാർക്കി കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഗുണമാണ്. അപ്പം ഞാൻ എന്നോട് ചോദിക്കാനുള്ളത്, നീ ഇതുപോലെയാണോ? നീയൊക്കെ, അതായത് നമ്മൾ പുരുഷന്മാർ, സ്ത്രീകൾ കാണുമെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ ഭാര്യയുടെ പക്ഷത്തേക്ക് ആക്കുക. നമ്മളൊക്കെ പുരുഷന്മാരൊക്കെ ഇതുപോലെ പരിചരണം ചെയ്യുന്നവരാണ്, ആകണമെന്ന്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വിവാഹിതനല്ല. അദ്ദേഹം പറയുന്നത്, എനിക്ക് സൗഹൃദമുണ്ട്, സൗഹൃദമാണ് അവിടെ ആവശ്യം, സൗഹൃദ അന്തരീക്ഷമുണ്ട്. സൗഹൃദത്തിൽ ആരെങ്കിലും വരും. ഇപ്പം മൈത്രേയൻ, അദ്ദേഹത്തിന് ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയും, പക്ഷേ എല്ലാവരും ഉണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ക്രമമായ രീതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ പരസ്പര സഹായവും സഹകരണവും ഉള്ളത് വളരെ പ്രധാനമായ കാര്യം. അപ്പം അത് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയാം. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, നമ്മൾ ഏത് രോഗം വന്നാലും നമ്മോട് സ്നേഹമുള്ള, സൗഹൃദമുള്ള നമ്മുടെ അഭ്യകാംക്ഷികൾ പലതും നമ്മളോട് നമ്മളുടെ എന്താ പറയുക, നന്മയെ കരുതി തന്നെയാണ്. അവരാരും നമ്മെ ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നത്. അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മോട് ഉപദേശിക്കും. ആ ഉപദേശം കേൾക്കാനും കേൾക്കാതിരിക്കാനുമുള്ള വിവേകബുദ്ധി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അവരോട് സ്നേഹബുദ്ധിയാണ് പറയുക. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോറ് വെച്ച് കെട്ടാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തിനോട്, അദ്ദേഹം വളരെ അഭ്യകാംക്ഷയാണ്, എന്നോട് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ എത്രത്തോളം അടുപ്പമുള്ളതാണ്, ദിവസവും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് രോഗമുണ്ടായാലും ഞാൻ മോഡേൺ മെഡിസിനെ. പിന്നെ ഇന്ന് രാവിലെ പറഞ്ഞതൊക്കെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, എനിക്ക് ഡയബറ്റിക് ആണെന്ന്, എനിക്കത് ഇങ്ങനെ വെച്ച് കെട്ടിയൊന്നും ചെയ്യാൻ പറ്റില്ല, അത് കൈ വഴുത്തിരിക്കുകയാണ്. അദ്ദേഹം സമ്മതിച്ചു, ഓക്കെ. അപ്പം ഇത്തരത്തിൽ നമ്മൾ സൗമ്യവും സൗഹാർദ്ദപരവുമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. അതുകൊണ്ട് ഉപദേശങ്ങൾ എത്ര സൗഹൃദപരമാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന്മേൽ നമ്മളാണ്. ആ തീരുമാനം ഉപദേശമല്ല, അഭിപ്രായമായി ഞാൻ പറയുകയാണ്. അത് നിങ്ങൾ മോഡേൺ മെഡിസിനിൽ തന്നെ പോകണം. മറ്റെവിടെ പോയാലും അതൊന്നും ഗുണം ചെയ്യില്ല. ചെയ്തു എന്ന് വരില്ല എന്ന് പറയുന്നത് ചെയ്യില്ല. അങ്ങനെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് കഥ എനിക്ക് പറയാൻ സാധിക്കും. അതൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ഭാഗത്തും വൗണ്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കെട്ടിവെച്ചിട്ടും നിങ്ങളുടെ ഈ വിരലിൽ നിന്ന് ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ബ്ലഡ് വന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. ടെറ്റനസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഭാഗ്യവശാൽ ബ്ലഡൊന്നും വന്നില്ല. ഡോക്ടർ മറ്റൊരു ശക്തമായ ഉപദേശം തന്നു. എന്തെങ്കിലും ഉടനെ ആഹാരം കഴിച്ചിട്ട് പെയിൻ കില്ലർ ഉടനെ കഴിക്കുക. കാരണം 2 വൗണ്ടുണ്ട്, കടുത്ത വേദന തുടങ്ങും. അത് വെറുതെ സഹിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇന്നേക്ക് 3 ദിവസത്തേക്ക് ഒരു ശക്തമായ പെയിൻ കില്ലർ ഞാൻ ഒരെണ്ണം എടുത്തു. വളരെ വേദനയൊന്നും തോന്നുന്നില്ല. നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു വേദനയുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏകലവ്യനെ കാണുക, ദ്രോണാചാര്യരെ ഓർമ്മിക്കുക, മോഡേൺ മെഡിസിനോട് ഭാര്യയോടൊപ്പം നന്ദി പറയുക. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ഞാൻ വീണ്ടും വരും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ അവസരത്തിലൊക്കെ ഞാൻ ദിവസവും മതവിമർശന അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു അവസരത്തിൽ സമയമെടുത്ത് പറയാനുള്ള കാര്യമാണ്. ഇതൊന്നും എന്നെ ദൈവവുമായി അടുപ്പിക്കില്ല. എന്നെ ഇതൊക്കെ അടുപ്പിക്കുന്നത് സയൻസുമാണ്.
മോഡേൺ സയൻസുമായാണ് എന്നെ അടുപ്പിക്കുന്നത്. കാരണം എന്തെങ്കിലും പരിഹാരം കിട്ടുമെങ്കിൽ, ശാശ്വതം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് സയൻസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എനിക്ക് മുമ്പ് ജീവിച്ചു പോയവരും എന്നോടൊപ്പം ജീവിക്കുന്നവരുമായ മഹാരഥന്മാരുടെ അറിവിൽ നിന്ന് സത്തയായി പിഴിഞ്ഞെടുത്ത ആ സയൻസ് ഉണ്ടല്ലോ, സയൻസിനെ നമിപ്പു ഞാൻ. കാണാം. ഗുഡ് ബൈ.